പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഹോൾ ഓഫ് ഫെയിമറായ ബ്രീ ബെല്ലയുടെ WWE തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ്. TMZ എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രീ ബെല്ല ജൂലൈ മാസത്തിൽ നടക്കാൻ പോകുന്ന എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഭാഗമായി WWE തിരികെ വരാൻ നിലവിൽ ഒരു സംസാരം നടത്തുന്നുണ്ട് എന്നാണ്. അത്തരത്തിൽ WWE സൈഡിൽ നിന്ന് മാനേജ്മെൻറ്റും ബ്രീ ബെല്ലയും ഒരു സംഭാഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് TMZ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രീ ബെല്ലയുടെ സഹോദരി ബെല്ല ട്വിൻസിലെ അംഗമായ നിക്കി ബെല്ല WWE നിലവിൽ തിരികെ വന്നിട്ടുണ്ട്. താരത്തിൻ്റെ എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ മിക്കവാറും ലിവ് മോർഗനെതിരെ ഉള്ള ഒരു മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തിൽ ബ്രീ ബെല്ലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗംഭീര പ്ലാനാണ് നിലവിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രീ ബെല്ല ഡാനിയൽ ബ്രയൻ്റെ ഭാര്യയാണ്. ബ്രീ ബെല്ല AEW ഷോകളിലൊക്കെ ബാക്ക് സ്റ്റേജിലും ഓൺ സ്ക്രീനിലുമായിട്ടും ഇതിനു മുൻപ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ താരം അന്ന് അപ്പിയർ ചെയ്തത് WWE സംബന്ധിച്ച് പ്രശ്നമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിന് പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് നിലവിൽ മാനേജ്മെൻറ്റ് സൈഡിൽ ഉള്ളത്. ബെല്ല ട്വിൻസിന് അവസാനത്തെ ഒരു റണ്ണ് ടാഗ് ടീം ഡിവിഷനിൽ കൊടുക്കാനാണ് നിലവിൽ ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്യുന്നത്. സമ്മർ സ്ലാമിൽ ബെല്ല ട്വിൻസിൻ്റെ ഒരു ടാഗ് ടീം മത്സരം പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് സെത്ത് റോളിൻസ് എന്ന മിസ്റ്റർ മണി ഇൻ ദ ബാങ്കിനെ സംബന്ധിച്ചാണ്. സൂപ്പർ താരമായ സെത്ത് റോളിൻസിൻ്റെ തീം മ്യൂസിക് മാറ്റം കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പുതിയ തീം മ്യൂസിക് സെത്ത് റോളിൻസിന് വേണ്ടി അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. സെത്ത് റോളിൻസിന് വേണ്ടി മെയിൻ സ്ട്രീമിലെ ഒരു ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ തീം മ്യൂസിക് അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ സെത്ത്, ഹെയ്മൻ, ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവരുടെ ഫാക്ഷന് പുതിയ പേരും ഉടനെ തന്നെ അവർ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. സെത്ത് റോളിൻസിൻ്റെ പുതിയൊരു തീം മ്യൂസിക് വരുന്നതും അവരുടെ ഫാക്ഷന് പുതിയ പേര് കിട്ടുന്നതും അത് അവരുടെ ഭാവി സ്റ്റോറി ലൈൻ ഒന്നും കൂടി നല്ല ഒരു രീതിയിൽ കൊണ്ടുപോകാനുള്ള പദ്ധതികൾ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. അതുകൊണ്ടാണ് സെത്തിൻ്റെ ആ ഒരു തീം മ്യൂസിക്കിലൊക്കെ ചേഞ്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ പുതിയൊരു ഫാക്ഷൻ്റെ പേരും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഫാക്ഷൻ ഉടനെയൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് പേര്, അതിൻ്റെ ഒരു സൂചനയൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി വരുന്ന ആഴ്ചകളിൽ സെത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കിടിലൻ അപ്ഡേറ്റ്സ്, പുതിയ ഫാക്ഷൻ്റെ പേര്, പുതിയ തീം സോങ്, ഇതൊക്കെ നമുക്ക് റോയിൽ ലൈവായി തന്നെ കാണാൻ സാധിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരവും ഹോൾ ഓഫ് ഫെയിമറുമായ ഫോർമർ യൂണിവേഴ്സൽ ചാമ്പ്യനും കൂടിയായ ഗോൾഡ്ബർഗിൻ്റെ WWE തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് നമുക്ക് ലേറ്റസ്റ്റായി ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അടുത്ത ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ നിലവിൽ ഗോൾഡ്ബർഗിനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഗോൾഡ്ബർഗിൻ്റെ തിരിച്ചുവരവും പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തറിനെതിരെ ഗോൾഡ്ബർഗ് ഫേസ് ടു ഫേസ് ഒരു സെഗ്മെൻറ്റും ചെയ്യുന്നത് അടുത്ത റോ എപ്പിസോഡിൽ നടന്നേക്കാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു സെഗ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ ഗോൾഡ്ബർഗ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള ഒരു മത്സരമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ആ മത്സരം എന്ന് നടക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടിൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഗോൾഡ്ബർഗിൻ്റെ തിരിച്ചുവരവ് റോ എപ്പിസോഡിൽ നടക്കുമെന്നും ഗുന്തറിനെതിരെയുള്ള സെഗ്മെൻറ്റ് നടക്കുമെന്നുള്ളതും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് കൊണ്ട് തന്നെ ഗോൾഡ്ബർഗിൻ്റെ മാസ് തിരിച്ചുവരവ് നമുക്ക് അടുത്ത റോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗോൾഡ്ബർഗിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് 2025 നടക്കുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ടും ഗുന്തറിനെതിരെ റിട്ടയർമെൻറ്റ് മാച്ച് വേണം എന്നുള്ളത് ഗോൾഡ്ബർഗ് ആവശ്യപ്പെട്ടതുകൊണ്ടും ഈ മത്സരം ഗോൾഡ്ബർഗിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് ആകാനും സാധ്യതയുണ്ട്. ഗോൾഡ്ബർഗ് എന്ന ഹോൾ ഓഫ് ഫെയിമറിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് ഡ്രാഫ്റ്റ് 2025 സംബന്ധിച്ചാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു അപ്ഡേറ്റ് വീഡിയോയിൽ ഡ്രാഫ്റ്റ് 2025 സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപ് 2025 നടക്കുമെന്നാണ് നമുക്ക് ലഭിച്ച ഒരു റിപ്പോർട്ട്. അന്ന് അങ്ങനെയായിരുന്നു പങ്കുവച്ചത്. എന്നാൽ ഇന്നലെ നമുക്ക് അറിയാൻ സാധിച്ചൊരു റിപ്പോർട്ട് സമ്മർ സ്ലാമിന് ശേഷം സെപ്റ്റംബർ മാസത്തിന് മുൻപ് ഈ ഡ്രാഫ്റ്റ് 2025 നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ സമ്മർ സ്ലാമിന് ശേഷം എന്തുകൊണ്ട് ഡ്രാഫ്റ്റ് നടത്തുന്നു എന്നുള്ളതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിലവിൽ ആരംഭിച്ചിട്ടുള്ള എല്ലാ സ്റ്റോറിയും സെപ്റ്റംബറിന് മുൻപ് അവസാനിപ്പിക്കുക. ഓരോ റെസ്ലേഴ്സിനും പുതുപുത്തൻ സ്റ്റോറി അത് ഡ്രാഫ്റ്റിന് ശേഷം കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നിർത്തിയിട്ടുള്ള എല്ലാ സ്റ്റോറി ലൈനുകളും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റ് 2025 സമ്മർ സ്ലാമിന് ശേഷം നടത്താൻ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
രണ്ടാമത്തെ പോയിന്റ്, സീസൺ പ്രീമിയർ എപ്പിസോഡുകൾ നടക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ ഈ സീസൺ പ്രീമിയർ എപ്പിസോഡുകളും ഡ്രാഫ്റ്റും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് പുതിയ സ്റ്റോറി ലൈൻ, പുതിയ റെസ്ലേഴ്സ് അങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നിലവിൽ ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സമ്മർ സ്ലാമിന് ശേഷം ഡ്രാഫ്റ്റ് 2025 നിലവിൽ അവർ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഈ ഒരു വാർത്തയിൽ വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അഞ്ചാമത്തെ അപ്ഡേറ്റ് സീൻ കാര എന്ന മുൻ WWE സൂപ്പർ സ്റ്റാറിനെ സംബന്ധിച്ചാണ്. സീൻ കാര ഇപ്പോൾ മിസ്റ്റിക്കോ എന്ന റിംഗ് നെയിമിലൂടെയാണ് അറിയപ്പെടുന്നത്. മിസ്റ്റിക്കോ ഇപ്പോൾ CMLL എന്ന് പറയുന്ന മെക്സിക്കൻ പ്രൊമോഷനിലെ ഭാഗമാണ്. സീൻ കാര നിലവിൽ മിസ്റ്റിക്കോ എന്ന റിംഗ് നെയിമിലൂടെ AEWയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മിസ്റ്റിക്കോ എന്ന ക്യാരക്ടറിൽ നിലവിൽ AEWയിലെ തന്നെ ടോപ്പ് സ്റ്റാറായ MJFനെതിരെയാണ് ഇന്നത്തെ ഡൈനാമിറ്റ് എപ്പിസോഡിലും സീൻ കാര ഒരു സ്റ്റോറി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റോറിയുടെ ഭാഗമായിട്ട് ഒരു സെഗ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ആ സെഗ്മെൻറ്റിൽ MJFനെ പരാജയപ്പെടുത്തും അടുത്ത ആഴ്ചയിലെ മത്സരത്തിൽ എന്നുള്ള ഒരു വെല്ലുവിളി മിസ്റ്റിക്കോ മുന്നോട്ടേക്ക് വെച്ചു. അപ്പോൾ മിസ്റ്റിക്കോക്കുള്ള ഒരു മറുപടിയായിട്ട് MJF പറയുന്നത്, നിന്നെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത്, പക്ഷേ നീ ഇപ്പോഴും പഴയ ആ തെറ്റുകൾ ചെയ്യുന്ന, നിനക്ക് റിങ്ങിൽ മര്യാദക്ക് നിൽക്കാൻ സാധിക്കാത്ത അതേ ഒരു സീൻകാർ തന്നെയാണ്. മിസ്റ്റിക്കോ ആയിട്ട് വന്നിട്ടും നിനക്ക് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച്, കൃത്യമായി പറഞ്ഞാൽ WWE ചരിത്രത്തെ സംബന്ധിച്ചും WWEയിൽ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ, അതായത് എൻട്രൻസ് സമയത്ത് നടത്തിയിട്ടുള്ള വലിയ മിസ്റ്റേക്കുകൾ, അതിനെയൊക്കെ സംബന്ധിച്ചും കളിയാക്കി MJF മിസ്റ്റിക്കോയെ അവഹേളിച്ചു വിടുന്നതാണ് നമുക്ക് ഡൈനാമൈറ്റിൽ കാണാൻ സാധിച്ചതും കേൾക്കാൻ സാധിച്ചതും. അപ്പോൾ നിലവിൽ AEWയിൽ ആക്റ്റീവാണ്. അടുത്ത ഡൈനാമൈറ്റ് എപ്പിസോഡിൽ MJFും മിസ്റ്റിക്കോ അഥവാ സീൻ കാരയും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. ആറാമത്തെ അപ്ഡേറ്റ്, AAA റെസ്ലറും ഇപ്പോൾ WWEയിലും WWE പുറത്തും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ള മിസ്റ്റർ ഇഗ്വാന എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. മിസ്റ്റർ ഇഗ്വാന എന്ന് പറയുന്ന റെസ്ലർ വേൾഡ്സ് കൊളൈഡ് എന്ന് പറയുന്ന ഇവൻറ്റിലൂടെയാണ് ആരാധകർക്ക് കുറച്ചും കൂടി പരിചിതമായി എന്ന് പറയുമ്പോൾ ആരാധകർ വലിയ രീതിയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഇഗ്വാന എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിനു മുൻപ് WWE പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തത ആ ഒരു ക്യാരക്ടറിനുള്ളത് കൊണ്ട് തന്നെ ആരാധകർ അദ്ദേഹത്തെ വലിയ രീതിയിൽ പിന്തുണക്കാൻ ആരംഭിച്ചത്. മെർച്ചൻഡൈസിൽ ഇഗ്വാനയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ടീഷർട്ടുകളൊക്കെ വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ NXTയിൽ കുറച്ചും കൂടി അപ്പിയറൻസ് കൊടുത്ത് ഇഗ്വാനയെ ഇങ്ങനെ ഓണാക്കി നിർത്താനാണ് ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്തത്. എന്നാൽ ആ പദ്ധതികളിൽ ചെറിയൊരു മാറ്റം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, താരത്തെ ഡയറക്റ്റ് മെയിൻ റോസ്റ്ററിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്ലാൻ ഉണ്ട് എന്ന് ഇഗ്വാന തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലാണ് തന്നോട് WWE സൈഡിൽ നിന്നുള്ള സ്റ്റാഫുകളും മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുള്ള കുറച്ച് വ്യക്തികളും സംസാരിച്ചത് എന്നും NXTയേക്കാൾ നിനക്ക് ബെറ്റർ മെയിൻ റോസ്റ്ററാണ്, അപ്പോൾ മെയിൻ റോസ്റ്ററിലേക്ക് നീ കടക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംസാരം ഞങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതും ഇഗ്വാന ഇന്നലെ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. ഇഗ്വാന മെയിൻ റോസ്റ്ററിലേക്ക് വരുന്നതിൻ്റെ സൂചനകളും ഇപ്പോൾ WWE തന്നെ പുറത്തേക്ക് വിടുന്നുണ്ട്. യൂട്യൂബ് ചാനലിലായാലും ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിലായാലും ഇഗ്വാനയ്ക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് വീഡിയോകൾ അവർ എയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇഗ്വാനയെ മെയിൻ റോസ്റ്ററിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവരാനും പദ്ധതികൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. AAA എന്ന് പറയുന്ന കമ്പനി WWE വാങ്ങിച്ചതുകൊണ്ട് തന്നെ അതിൽ കോൺട്രാക്റ്റുള്ള റെസ്ലേഴ്സും WWE എന്ന് പറയുന്ന കമ്പനിക്ക് കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇഗ്വാനയെ കോൺട്രാക്റ്റ് കൊടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഏത് ബ്രാൻഡിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. താരത്തെ എപ്പോൾ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ നിലവിൽ WWEന് സാധിക്കും. ഏഴാമത്തെ അപ്ഡേറ്റ്, AEWയിൽ പുതിയ ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ സംബന്ധിച്ചാണ്. ഡൈനാമൈറ്റ് എപ്പിസോഡിലെ അവസാന സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് നിലവിലെ AEW കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ കസ്റ്റിക ഒക്കാഡയും AEW ഇൻ്റർനാഷണൽ ചാമ്പ്യനായ കെന്നി ഒമേഗയും ഓൾ ഇന്നിൽ കളിക്കാൻ പോകുന്ന ഗംഭീര ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മത്സരത്തിൽ, വിന്നർ ടേക്സ് ഓൾ മത്സരത്തിൽ വിജയിക്കുന്ന റെസ്ലറിന് ഇനി പുതിയ ചാമ്പ്യൻഷിപ്പ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യുകയുണ്ടായി. ആ ചാമ്പ്യൻഷിപ്പും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. AEW യൂണിഫൈഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായി AEWയിൽ കൊണ്ടുവന്നിട്ടുള്ള ചാമ്പ്യൻഷിപ്പുകളുടെ ഡിസൈനിന് സമാനമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. വലിയ പുതുമയൊന്നും ആ ഒരു ഡിസൈനിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഈ സെഗ്മെൻറ്റ് വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റിലാണ് അവസാനിച്ചത്. കെന്നി ഒമേഗയുടെ വായിൽ നിന്ന് ബ്ലഡ് വരുന്ന രീതിയിലും ബാക്ക് സ്റ്റേജിൽ സ്ട്രക്ചറിലൊക്കെ കൊണ്ടുപോകുന്ന മൊമെൻറ്റ്സും കാണിച്ചിട്ടാണ് അവർ ഇന്ന് ഡൈനാമിറ്റ് എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും നല്ലൊരു സ്റ്റോറി ബിൽഡപ്പ് ഒക്കാഡ ഒമേഗ സ്റ്റോറിയിൽ നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റീൻസിനെ സംബന്ധിച്ചാണ്. ഇതൊരു വലിയൊരു അപ്ഡേറ്റ് ഒന്നുമല്ല. കുറേയധികം കൂട്ടുകാരെ നിരന്തരമായി ഇന്നലത്തെ വീഡിയോയിലും അതിന് മുൻപത്തെ വീഡിയോയിലും ഒക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ്. പലരും പറയുന്നുണ്ട് റോമൻ റീൻസ് സമ്മർ സ്ലാമിലൂടെയായിരിക്കും റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഒരു കാര്യം ഇപ്പോഴും ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ
റോമൻ റെയിൻസിനെ സമ്മർ സ്ലാമിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. റോമൻ റെയിൻസിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടാണ് സമ്മർ സ്ലാം അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. സമ്മർ സ്ലാം 2 ദിവസമായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് എല്ലാ സൂപ്പർ താരങ്ങളെയും അവർ മത്സരിപ്പിക്കാൻ വേണ്ടി ഇറക്കും. റോമൻ റെയിൻസിൻ്റെ പിക്ചറൊക്കെ വെച്ച് അവർ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ റോമൻ റെയിൻസ് അതിന് മുൻപേ തിരികെ വന്നിട്ട് റോമൻ റെയിൻസിൻ്റെ മത്സരം ആർക്കെതിരെ ആയിരിക്കും സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്നത് എന്നും റോമൻ റെയിൻസിൻ്റെ സ്റ്റോറി എങ്ങനെയായിരിക്കും എന്നുള്ളതും റോമൻ റെയിൻസിലൂടെ അവർ പ്രസൻറ്റ് ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് റോമൻ റെയിൻസിൻ്റെ പിക്ചർ കൊടുത്ത് സമ്മർ സ്ലാമിന് അവർ വലിയ ഹൈപ്പ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ നടക്കാൻ പോകുന്നത് സമ്മർ സ്ലാമിലല്ല. റോമൻ റെയിൻസിൻ്റെ മത്സരം നടക്കാൻ പോകുന്നത് സമ്മർ സ്ലാമിലാണ്. റിട്ടേൺ നടക്കാൻ പോകുന്നത് അതിന് മുൻപാണ്. ക്ലാഷ് ഓഫ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസും അതിന് ശേഷമുള്ള സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് അങ്ങനെയുള്ള സ്പെഷ്യൽ എപ്പിസോഡുകളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. ഏതിൽ വേണമെങ്കിലും റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം. റിട്ടേൺ എന്തായാലും സർപ്രൈസ് തന്നെയായിട്ടായിരിക്കും നടത്താൻ പോകുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.